എടോ ലിസൺ, പിന്നില്ലേ, യു ആർ ഇൻ ടു മാർക്കറ്റിംഗ് സെക്ടർ റൈറ്റ്? ആ. അപ്പൊ ഈ ബ്രാൻഡ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാല് ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിനക്ക് ടെസ്ല അറിയില്ലേ? ആ, BYD അറിയില്ലേ? അറിയാ. രണ്ടും ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സ് ആണ് വേൾഡില്. ഓക്കെ, ആ, അറിയപ്പെടുന്ന രണ്ട് കാർ കമ്പനീസ്. ഓക്കെ, അതില് ടെസ്ലനേക്കാളും കൂടുതൽ കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന BYD ആണ്. ഓക്കെ. ഓക്കെ, ടെസ്ലനേക്കാളും കൂടുതൽ കാറുകൾ വിൽക്കുന്നത് BYD ആണ്. ഓക്കെ, കാറുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് BYD ആണ്. റവന്യൂ കൂടുതൽ BYDക്കാണ്. ഓക്കെ, ഉം, പക്ഷെ ടെസ്ലക്കാണ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ടെസ്ലയുടെ ആണ് കൂടുതൽ. ടെസ്ലയുടെ ഏകദേശം 1 ട്രില്യൺ ആണ്. BYDക്ക് എനിക്ക് തോന്നുന്നു 150 ബിറ്റ്വീൻ 150 to $200 billion ആണ്. ഓക്കെ, ഉം, അപ്പോ ഏറ്റവും കൂടുതൽ റവന്യൂ കൂടുതലുണ്ട്, മാനുഫാക്ചറിങ് കൂടുതലാണ്, വിൽക്കുന്നത് കൂടുതലാണ്, എല്ലാം കൂടുതലായിട്ടും ടെസ്ലയുടെ ഏകദേശം 1/5 താഴെ മാത്രമേ BYDക്ക് ബ്രാൻഡ് വാല്യൂ ഉള്ളൂ. അറിയുന്ന ഭാഷയിൽ പറഞ്ഞാല് നിനക്കിപ്പോ പോയിട്ട് BYD എന്ന് പറഞ്ഞ ഒരു കമ്പനി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം $200 ബില്യൺ നീ കൊടുക്കേണ്ടി വരും. അതേസമയം ടെസ്ല വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം $1 ട്രില്യൺ കൊടുക്കണം. ഏകദേശം 5 ഇരട്ടി കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് ബ്രാൻഡ് വാല്യൂ കൊണ്ടുള്ള കാര്യം.